ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മോഷൻ ഇൻ ഡെയിലി ലൈഫ്, ചലനം നിത്യജീവിതത്തിൽ. നമ്മൾ 1 മുതലുള്ള 7 ചാപ്റ്ററിൻ്റെയും നോട്ട് ഫുള്ള് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഹിന്ദിയും കേട്ടോ ഇംഗ്ലീഷിൻ്റെ ഒക്കെ നോട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? മാത്സ്, സോഷ്യലും സയൻസുമാണ്. ഫുൾ നോട്ടും കേട്ടോ നിങ്ങൾ ചാനലിൽ നിങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവും. 6ാം ക്ലാസ്സിലെ 5, 6, 7, 8 ഈ 4 ക്ലാസ്സിൻ്റെയും നോട്ട് നമ്മുടെ ചാനലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു 5ഉം 7ഉം ടെസ്റ്റ് മാറ്റം. അപ്പോൾ നമ്മൾ 5ഉം 7ഉം ആയിരുന്നു ഫുൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ നോട്ടുകളും ഇതിനകത്തിലുണ്ട്. ഈ വർഷം ടെസ്റ്റ് മാറിയത് 6ഉം 8ഉം ആയതുകൊണ്ട് ഈ വർഷം നമ്മൾ ഇടുന്നത് 6ഉം 8ഉമാണ് കേട്ടോ. അപ്പം 8ാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. ഇത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടിലാവുന്നില്ല കേട്ടോ. പോർഷനൊക്കെ തന്നോ സ്കൂളിൽ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമൻ്റ് ഒന്ന് പറയണേ കേട്ടോ. ചില സ്കൂളുകൾക്ക് വേണമെന്ന് പറഞ്ഞു, ചിലത് വേണ്ടാന്ന് പറയുന്നു. അപ്പം നിങ്ങളത് കമൻ്റ് ഒന്ന് പറയണേ നിങ്ങൾ. എന്തായാലും നമ്മൾ നോട്ട് ഇടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചാൽ മതി. ഇല്ലേ വെറുതെ സമയം കളയണ്ട. ഉണ്ടോ ഇല്ലയോ എന്ന് ടീച്ചറിനോട് ചോദിച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പം എളുപ്പമുള്ളൊരു ചാപ്റ്ററുമാണ്, പക്ഷേ വലിയൊരു ചാപ്റ്ററുമാണിത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്രയും സമയം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി കേട്ടോ. മോഷനാണ് കുഞ്ഞുങ്ങളെ. മോഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് സയൻസിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫിസിക്സിനകത്തിലാണ് മോഷനൊക്കെ വരുന്നത് കേട്ടോ, ചലനം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ 8ാമത്തെ ചാപ്റ്റർ കണ്ടോ, ഇങ്ങനെ മോഷൻ ഇൻ ഡെയിലി ലൈഫ്, ചലനം നിത്യജീവിതത്തിൽ കണ്ടോ 4 പാഠം കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നെന്താണോ നിങ്ങളെ ജിയൻ്റ് വീല് അല്ലേ, ലുല്ലു വീല്, എന്തെങ്കിലും സർക്കസോ. ഇപ്പോൾ ഇവിടെ ഓച്ചിറയിലാണെങ്കിൽ ഞങ്ങൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് നമുക്ക് ഓച്ചിറ അമ്പലത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ചെന്നപ്പോഴും എന്താണ് ഇതുപോലെ ഒരെണ്ണം നമ്മളവിടെ ചെല്ലുന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 12 ദിവസമേ ഉള്ളൂ, 12 വിളക്ക് വരെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പം നല്ല തിരക്കുമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് മനസ്സിൽ വന്നത്, ജിയൻ്റ് വീല് കേട്ടോ, വലിയ വീലാണ്. അപ്പോൾ ഇതെന്തുവാന്നൊക്കെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോവാം. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേർ, അതായത് എനിക്ക് തോന്നുന്നു 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ്. 7 വയസ്സ് വരെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ട് കുതിരയുടെ കണ്ടോ, ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ കയറിയിരുന്ന് ഇതിങ്ങനെ പെതുക്കെ കറങ്ങുന്നതാണ്. കണ്ട് കാണുമല്ലോ നിങ്ങൾ. പിന്നെ ഇപ്പോൾ എല്ലാ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഇതുണ്ടല്ലേ, കാറ് അല്ലേ, കാറ് റേസ് ചെയ്യുന്ന കാർ റേസിങ്, എൻ്റെ കൊച്ചു പിള്ളേരുടെ ട്രെയിന് അല്ലേ, ടോയ് ട്രെയിന്, ഇതൊക്കെ നമ്മൾ ഏത് അമ്യൂസ്മെൻറ്റ് പാർക്ക് എല്ലാ വർഷവും ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്. അപ്പം ഇത് സിൽവർ സ്റ്റോം ആയിരുന്നു ഈ വർഷം. അപ്പോൾ അവിടെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് പോട്ടെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. നമുക്കപ്പോൾ പാഠത്തിലോട്ട് കയറാൻ നോക്കിയേ. ഡു യു ലൈക്ക് ടു ഗോ ടു പാർക്ക്? പാർക്കുകളിൽ പോകാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? അല്ലേ, പാർക്കുകളിലൊക്കെ പോകാൻ നമുക്കെല്ലാം ഇഷ്ടമാണ് ഇല്ലേ. എല്ലാ വർഷവും സ്കൂളുകളിൽ നിന്നും ട്യൂഷൻ സെൻറ്ററുകളിലും ഒക്കെ, വലിയ വലിയ ട്യൂഷൻ സെൻറ്ററുകളാണെങ്കിൽ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പം ഇത് ഇഷ്ടമല്ലേ? യു മൈറ്റ് ഹാവ് സീൻ വേരിയസ് റൈഡ്സ് ഇൻ പാർക്ക്. ദ പിക്ചർ ഷോൺ ഡിഫറൻറ്റ് റൈഡ്സ് ഇൻ സച്ച് എ പാർക്ക്. നമ്മൾ പാർക്കുകളിൽ പോകാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? പാർക്കുകളിൽ പലതരം റൈഡുകൾ കാണാറില്ലേ? അത്തരം ഒരു പാർക്കിലെ വിവിധ റൈഡുകളുടെ ചിത്രമാണ് നമുക്ക് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പം മോഷനാണ് കുഞ്ഞുങ്ങളെ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് മോഷൻ? ചലനം എന്നാൽ എന്താണ് എന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് പഠിക്കണം കേട്ടോ. എന്താണ് മോഷൻ അല്ലെങ്കിൽ ചലനം എന്നാൽ എന്താണ്? മോഷൻ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. നല്ലപോലെ നോക്കണേ. ഇത് 1ാമത്തെ ചോദ്യം കേട്ടോ. മോഷൻ ഈസ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ചലനം എന്നാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകുന്ന മാറ്റമാണ് കുഞ്ഞുങ്ങളെ. ഇപ്പം തന്നെ ഞാൻ ഈ പേപ്പർ ഇതിനെ ഞാൻ അനക്കാതെ ഇങ്ങനെ വെച്ചാൽ അത് അവിടെ റെസ്റ്റിലെന്നാണ് പറയുന്നത്. അതവിടെ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ റെസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ. റെസ്റ്റ് മനസ്സിലായോ? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഞാനിപ്പോൾ ഇങ്ങോട്ടോ കണ്ടോ ഇങ്ങനെ മാറ്റത്തില്ല. ഇതിനെയാണ് പറയുന്നത് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ, ഇതിപ്പോൾ ഒരു വസ്തുവാണ്, ഈ വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന, ഇതിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ചലനം എന്നാണ് പറയുന്നത്. 1ാമത്തെ പഠിച്ചല്ലോ, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ആ പടത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? വാട്ട് ടു ഡു യു സീ ഇൻ ദ പിക്ചർ?
എന്താ കുഞ്ഞുങ്ങളെ അവിടെ ജെയിൻറ്റ് വീല് അല്ലേ, വലിയൊരു ജെയിൻറ്റ് വീലുണ്ട്. മേരി ഗോ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇതിന് പറയുന്ന കേട്ടോ, കൊച്ചു പിള്ളേർ ഈ കറങ്ങുന്നതിന് പറയുന്ന കേട്ടോ, കുതിരയുടെ അത് കേട്ടോ, എന്താ ഹോഴ്സ് റൈഡ് എന്ന്, കൊച്ചു പിള്ളേർ പോകുന്ന ഹോഴ്സ് റൈഡ് എന്നോ എങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ, മേരി ഗോ റൗണ്ട്. പിന്നെ ഡാഷിങ് കാർട്സ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ, ഇതിന് കാരണം ഇതിൻ്റെ പേര് ഇതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഡാഷിങ് കാർട്സുകൾ, ടോയ് ട്രെയിന്, ഇതിൻ്റെ എത്ര എണ്ണത്തിൻ്റെ പേരാണ്, ഏതൊക്കെ പേരാണ് നമ്മളോട് ചോദിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ, ഈ 4 പേര്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ഹാവ് യു ബീൻ ഓൺ എനി ഓഫ് ദീസ് റൈഡ്സ്? ഡു ദ റൈഡ്സ് ഡിഫർ ഫ്രം വൺ അനദർ? ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ എ റൊട്ടേറ്റിംഗ് ജെയിൻറ്റ് വീൽ വിത്ത് യുവർ ഫ്രണ്ട്. വെൻ ദ ജെയിൻറ്റ് വീൽ റൊട്ടേറ്റ്സ്, ഡു നോട്ട് യു ആൾസോ മൂവ് എലോങ് വിത്ത് ഇറ്റ്. ഇത്തരം റൈഡുകളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ 4 പടം കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തിൽ ഏതെങ്കിലും നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഓരോ റൈഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജെയിൻറ്റ് വീലിലാണ് നിങ്ങൾ ഉള്ളതെന്നൊന്ന് സങ്കല്പിക്കൂ. അതുകൊണ്ട് ഇതിനകത്തിൽ ഈ ജെയിൻറ്റ് വീലിനകത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നൊന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ സുഹൃത്തും കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, ഇതൊരു എന്താ ഒരു പാത്രം പോലെയുള്ള ഒരു സാധനമല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ 2 പേരും ഉണ്ട്, സുഹൃത്തും കൂടെ ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ ജെയിൻറ്റ് വീല് കറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ചലിക്കുന്നില്ലേ? നിങ്ങൾ ചലിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനകത്തിൽ ഈ ഒരു ബക്കറ്റ് പോലൊരു സാധനം അല്ലേ, വലിയൊരു ബക്കറ്റ് എന്ന് തന്നെ അതിൻ്റെ വലിയ ഇതിന് പറയാം. അപ്പം അതിനകത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും ചലിക്കുന്നുണ്ടോ? ഇതുപോലെയാണോ നിങ്ങൾ ട്രെയിനിലെ, നമ്മൾ ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഈ ട്രെയിനിനകത്തിൽ ഇരിക്കുമ്പോഴും അതുപോലെയാണോ? ഇതിലിരിക്കുന്ന അതേ അനുഭവമാണോ നിങ്ങളെ ഇതിലിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലാക്കണേ, നമ്മൾ ഈ ജെയിൻറ്റ് വീലിനകത്തിൽ കയറിയിരിക്കുമ്പോൾ നമ്മളെന്താ അതിനകത്ത് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ, അതിങ്ങനെ കറങ്ങുമ്പോൾ ഇതെന്താണ് അതിനകത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മളും തങ്ങളിൽ ഇത് കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ തന്നെ എന്താ അങ്ങനെ തന്നെ ഇരിക്കുക. അതിൻ്റെ ബക്കറ്റ് ഇങ്ങനെ എന്താ അതിൻ്റെ ഇതനുസരിച്ച് വളയുന്നുണ്ടെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുക അല്ലേ. ഇവിടെ ട്രെയിനിനെ കുറിച്ചും അതുപോലെ ചോദിച്ചേക്കുന്നത്. എന്താ ഈ ട്രെയിനകത്തിൽ നമ്മൾ കയറി യാത്ര ചെയ്യുമ്പോൾ അല്ലേ, ട്രെയിനാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അതിൽ തന്നെ ഇരിക്കുക, ആ സീറ്റിൽ തന്നെയല്ലേ നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ഇത് തങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളിപ്പോൾ ഇതിനൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പം നമുക്കത് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡു പീപ്പിൾസ് ഇൻ ദ ട്രെയിൻ റൈഡ് ആൾസോ മൂവ് ലൈക്ക് ദിസ്? നമ്മൾ ഈ ഡാഷിങ് കാറുകൾ ഇപ്പോൾ കാണിച്ചല്ലോ, ഈ എന്താ ഇതാണ് എന്താ പറഞ്ഞത്, ഡാഷിങ് കാറുകൾ എന്നാണ് കേട്ടോ. അതിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെല്ലാം നമ്മൾ ചലിക്കുന്നു. ഇതിൻ്റെ എന്താ മുകളിൽ ഒരു കമ്പി, കറണ്ടിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എർത്ത് കേട്ടോ. ഇത് നമ്മൾ ഓടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കറണ്ടിൻ്റെ എർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അറിയാമോ നിങ്ങൾ പോകുമ്പോൾ? അതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ ഉരഞ്ഞു പോകുമ്പം ചെറിയ തീ പാറുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? അതാണ് അതിലിരിക്കുമ്പോൾ. ഇവിടെ നോക്കിക്കേ, കാറുകളിലിരിക്കുമ്പോൾ എങ്ങനെയെല്ലാമാണ് ചലിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ധാരാളം ചലനങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. വാട്ട് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദോസ് ഇൻ ഡാഷിംഗ് കാർട്സ്? അതർ ദാൻ ദീസ് ഡോണ്ട് വി സീ മെനി മൂവ്മെൻറ്റ് എറൗണ്ട് അസ്? റൈറ്റ്, സം അതർ മൂവ്മെൻറ്റ് സീൻ എന്താ എറൗണ്ട് യു? ഇനി നിങ്ങളുടെ ചുറ്റുപാടും ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില ചലനങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സം അതർ മൂവ്മെൻറ്റ് സീ എറൗണ്ട് യു ഉണ്ട്. എ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ആകാശത്തുകൂടെ എന്താ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നു അല്ലേ, അതൊരു ചലനമല്ലേ. ആകാശത്ത് കൂടി എന്താ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. ഒരു ബോൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ റോളിങ് ഓൺ ദ ഗ്രൗണ്ട് അല്ലേ, അത് നിലത്ത് ഉരുണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ ചലനവുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. മാംഗോ റിപ്പണിങ് എന്താ വെച്ചാൽ, റിപ്പണിങ് എന്ന് വെച്ചാൽ മാങ്ങ പഴുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒരു കുഞ്ഞു കണ്ണിമാങ്ങ ഉണ്ടാകുന്നു, അത് നിന്ന് പിന്നെയും വലുതായി അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മഞ്ഞ കളറിലെ പഴുക്കുന്നു, റൈപ്പണിങ് അല്ലേ, മാങ്ങ പഴുക്കുന്നു. നമ്മൾ വല്ലതും ചെയ്തതാണോ? അല്ല. എ പേഴ്സൺ വാക്കിങ് അല്ലേ, ഒരു നടന്നു പോകുന്ന ഒരാൾ, പാല് തൈരാകുന്നത്, മിൽക്ക് ബിക്കം കേർഡ്, ഇതെല്ലാം ചേഞ്ചസുകളാണ്. ഇതൊക്കെ എന്ത് ചേഞ്ചസുകളാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു 3-4 നിങ്ങൾക്ക് അറിയാവുന്ന, ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 2-3 ചലനത്തിൻ്റെ പേര് എഴുതണം കേട്ടോ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചത് നോക്കിയേ,
വൈ ഡു വി സേ ദാറ്റ് ദീസ് ആർ മൂവിങ്? ഇവയെല്ലാം ചലിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഈസിൻറ്റ് ദെയർ ഈസ് എ ചേഞ്ച് ബിറ്റ്വീൻ ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ദാറ്റ് ആഫ്റ്റർ എ വൈ? The three positions of a flying bird are shown in the picture given below. Observe the picture. Hasn't the positions of the bird changed? Based on this, can you explain motion? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു പക്ഷി അത് പറക്കാനായിട്ട് തുടങ്ങിയിട്ട് അത് കുറച്ചുകൂടെ മുകളിൽ പോയി അതിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് മോഷനെ കുറിച്ച് തന്നെ അറിഞ്ഞിരിക്കണം. മോഷൻ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനമെന്നോർത്തോണം. ഇവിടെ നമുക്ക് ഈ പക്ഷിക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഒന്ന് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ആൾ ദ മൂവ്മെൻറ്റ് യു ഹാവ് ഒബ്സർവ്ഡ്. Do all the objects around you move? Which objects do not seem to move? Write them. അതായത് നിങ്ങൾ നിരീക്ഷിച്ച ചലനങ്ങളിലെല്ലാം വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ലേ? നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവ ഏതെല്ലാമാണ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ചലിക്കുന്നവയാണോ? അല്ല കേട്ടോ, ഇല്ല എന്നല്ല, അല്ല. ഡു ഓൾ ദി ഒബ്ജക്റ്റ് അറൗണ്ട് യു മൂവ്? നോ. വിച്ച് ഒബ്ജക്ട്സ് ഡു നോട്ട് സീം ടു മൂവ്? ചലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെല്ലാം ആണെന്ന് നമുക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റുമൊക്കെ ഉള്ളതിൽ ചലിക്കാത്തവ ഏതാണെന്ന് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ചുറ്റും ടേബിള് അല്ലേ, മേശ, ടേബിള്, ചെയറ്, ബിൽഡിങ്, ട്രീസ്, ഇതൊന്നും എന്താണ് ചലിക്കുന്നില്ല. മേശ, കസേര, കെട്ടിടങ്ങൾ, മരങ്ങൾ, ഇതൊക്കെ എന്താണ് അവിടെ തന്നെ നിൽക്കുകയാണ്. വൈ ഡു യു കൺസിഡർ ദീസ് അസ് നോട്ട് മൂവിങ്? എന്തുകൊണ്ടാണ് ഇവ ചലിക്കുന്നില്ല എന്ന് പറയുന്നത്? ബിക്കോസ് ദെയർ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സമയത്തിന് അല്ലെ കാലത്തിനനുസരിച്ച് അല്ലെ സമയത്തിനനുസരിച്ച് അവരുടെ സ്ഥാനം മാറുന്നില്ല എന്നതാണ് കേട്ടോ. ഇനി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥ എന്നതാണ് അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പേപ്പർ നമ്മളെന്താ ഇത് അനക്കാതിരുന്നാൽ ഇതിവിടെ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുക. ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് റെസ്റ്റിലാണെന്നാണ് പറയുന്നത് കേട്ടോ, നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നമ്മൾ റെസ്റ്റ് അല്ലെ നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ഒരു സ്ഥാനമാറ്റവും സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ ചാപ്റ്ററിൽ വാരി വലിച്ച് നോട്ട് തരുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രമാണ് ഈ തരുന്നത്. അതും ഏറ്റവും ചുരുക്കി ഓരോ വരിയിൽ തരാൻ പറ്റുന്നെങ്കിൽ അത്ര ഇതായിട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം ഇതിനകത്തിൽ വേറെ ഒരുപാട് എന്തുകൊണ്ടാണ് അത് പക്ഷികളാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. പക്ഷേ ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ടത് നോക്കി മാത്രമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങൾ, നമ്മൾ മുമ്പ് ജെയിൻ്റ് വീലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതും കറങ്ങുന്ന ഒരെണ്ണം. ഈ ജെയിൻ്റ് വീല് കറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്തു തന്നെ ഉണ്ടല്ലോ, നോക്കിക്കേ, സ്ഥാനം മാറുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അതായത് അത് ഞാൻ അല്ലാതെ എഴുതിയേക്കും അല്ലേ. അതെ, നോക്കൂ നിങ്ങളെ, വെൻ ദ ജെയിൻ്റ് വീൽ ഈസ് റൊട്ടേറ്റിംഗ്. ഇവിടെ ഈ ജെയിൻ്റ് വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മൈ ഫ്രണ്ട് ഈസ് ആൾവേസ് നെക്സ്റ്റ് ടു മീ ആണല്ലോ. ഹിസ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് ഈതർ. ഞങ്ങളുടെ പൊസിഷൻ ഒന്നും മാറുന്നില്ല, എൻ്റെ ഇടതുവശത്ത് തന്നെ ഇരിപ്പുണ്ട് അല്ലേ, എൻ്റെ വലതുവശത്ത് തന്നെ ഇരിപ്പുണ്ട്. ഡസ് ഇറ്റ് മീൻ വി ആർ നോട്ട് മൂവിങ്? ഇല്ലേ, എന്താ എന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ? നോക്കിക്കേ, ഐ ക്യാൻ സീ ബോത്ത് ഓഫ് യു മൂവിങ് അല്ലേ, നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് എനിക്ക് കാണാം കേട്ടോ. യുവർ പൊസിഷൻ ഈസ് ആൾസോ ചേഞ്ചിങ്. നിങ്ങളുടെ താഴെ നിന്ന് ഇയാൾ നോക്കിയപ്പം ഇവരുടെ പൊസിഷൻ മാറുന്നതായിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഇത് മാത്രമേ കറങ്ങുന്നുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെന്നാണ് അതിലിരിക്കുന്നവർ പറയുന്നത്. പക്ഷെ താഴെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ഇരിക്കുകയായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഹാവിൻ യു ലിസൺ to their conversation? Are the children in the giant wheels moving? What is your opinion? Discuss in the class. ഇനി ഈ രണ്ടുപേരും പറഞ്ഞത് നമ്മൾ കേട്ടു എന്ന് വെച്ചാൽ അവർ രണ്ടും പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് അനങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നത്. പക്ഷെ താഴെ നോക്കിക്കൊണ്ട് നിന്ന ആളെന്താ പറഞ്ഞേ,
ഇവർ മാറി തിരിഞ്ഞും ഒക്കെ ആയിരുന്നു എന്ന് താഴെ ഇരിക്കുന്ന ആൾ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് നമ്മൾ കേട്ടു. JNTUവിലെ കുട്ടികൾ ചലിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, അവർ ചലിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല കുഞ്ഞുങ്ങളെ, അവരവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ വീല് മാത്രമാണ് ഇങ്ങനെ കറങ്ങുന്നത് അല്ലേ. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടല്ലോ, ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ. ഇനി അടുത്തത്, വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് ഇൻ ദ JNTUവിൽസ് ഡസ് ദ കോറിഡർ ഹാവ് എ ചേഞ്ച് ഇൻ പൊസിഷൻസ്? വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദെയർ പൊസിഷൻസ് വിത്ത് റെഫറൻസ് ടു ദ ചൈൽഡ് സ്റ്റാൻഡിങ് ബിലോ? എന്ന് വെച്ചാൽ JNTUവിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം വല്ലതും ഉണ്ടോ? ഇതൊക്കെ ഇടത്ത് വശത്തിരുന്ന ആള് കുറച്ച് ഓടി കഴിയുമ്പോൾ വലത്ത് വരുന്നതായിട്ടുണ്ടോ? ഇല്ല. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ചോ? താഴെ നിൽക്കുന്ന കുട്ടി പറയുന്നത് ഇവർ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ റിലേഷൻ ടു അനദർ ഒബ്ജക്റ്റ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻസ് ഓർ നോട്ട്. There is no change in position for the child in the JNTU with respect to the co-rider. അല്ലേ? On the other hand, all the children says the JNTU have a change in positions with respect to the child standing below. അതായത് ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊന്നിനെ ആസ്പദമാക്കിയായിരിക്കും. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് വേറെ ഒന്നിനെ ആസ്പദമാക്കിയാണ്. ഇപ്പം ഈ JNTUവിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിക്ക് ഒരു സ്ഥാനമാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ താഴെ നിന്ന് നോക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഈ JNTUവിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ. ഇപ്പം ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാ ആൻസർ ദാണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് മറ്റൊരു വസ്തുവിനെ കേട്ടോ അതൊന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അനദർ ഒബ്ജക്റ്റ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ദ മോഷൻ. ഇത് ഇത്രയും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് അറിയണ്ട കേട്ടോ, അറിഞ്ഞിരിക്കണം. അതായത് ഒരു വസ്തു ചലനത്തിലാണോ, ഇത് ചലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയായിരിക്കും കേട്ടല്ലോ. ഇപ്പോൾ ഈ JNTUവിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഇതിലേതെങ്കിലും ഒരു കുട്ടിയെ അപേക്ഷിച്ച് എല്ലാത്തിലും ഈ രണ്ട് പേര് വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ JNTUവിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അവരതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ താഴെ നിന്ന് നോക്കുന്ന ആള് എന്താണ്, നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ JNTUവിലിരിക്കുന്ന കുട്ടികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാക്കണേ. അടുത്തത്, എന്താണ് റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്നാൽ എന്താണ്? എട്ടാമത്തെ കേട്ടോ. ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻസ് ടു അനദർ ബോഡി ഓർ പൊസിഷൻ. ദ ബോഡി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കാൾഡ് റഫറൻസ് ബോഡി കേട്ടോ. എട്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. എട്ടാമത്തെ ഈ റഫറൻസ് ബോഡി എന്ന് വെച്ചാൽ അവലംബക വസ്തു. എന്താ അവലംബക വസ്തു? റഫറൻസ് ബോഡി. ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻസ് ടു അനദർ ബോഡി ഓർ പൊസിഷൻ. ദ ബോഡി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കാൾഡ് റഫറൻസ് ബോഡി. അത് മലയാളം മീഡിയക്കാർ അതുപോലെ എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാർ മലയാളം മീഡിയക്കാർ നോക്കൂ നിങ്ങളെ. അതായത് ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ കേട്ടോ. നമ്മൾ അത് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഇപ്പം ഇതിൻ്റെ ഈ സാധനം ഉണ്ടോ നിങ്ങൾ? ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് എന്താ ഇതിൽ അനങ്ങണമെങ്കിൽ ഇതുണ്ടെങ്കിലല്ല ഇത് അനങ്ങത്തുള്ളൂ കേട്ടോ. അതൊന്ന് അറിയണം കേട്ടോ. അതിന് വേണ്ടിയാണ് ഇതിൻ്റെ ക്ലിപ്പൊന്ന് എക്സാമ്പിൾ കാണിച്ചതാണ്. മനസ്സിലാക്കണേ. ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ അതിനെന്ത് വേണം? അതിനൊരു വസ്തു വേണം അല്ലേ.
ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഒരു വസ്തുവിനെയോ സ്ഥാനത്തിനെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കത്തുള്ളൂ. ഇത് ചലിക്കണമെങ്കിൽ അതിനെന്ത് വേണം? അതെ, ഇതിങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അതിനൊരു വസ്തു വേണമെങ്കിൽ ഇത് അനങ്ങത്തുള്ളൂ കേട്ടോ. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെയാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നോക്കി ഓട്ട മത്സരക്കാരെ കുറിച്ചാണ്. കുട്ടികൾ അവിടെ ഗാലറി കുറേ പേര് അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, പുറയിലൊരു മരം നിപ്പുണ്ട്, ഇവർ ഓടുന്നുണ്ട് അല്ലേ, ഇതൊക്കെയാണ് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കിവിടെ സ്കൂൾ കായികമേളയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാനതങ്ങ് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷും മലയാളവും വേണ്ടെന്നുണ്ടേ. ഇവിടുത്തെ നോക്കിയേ കോണ്ടെക്സ്റ്റ് നോക്കിക്കേ. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദർഭം കേട്ടോ, ഇത് സന്ദർഭമാണ്, എഴുതിയില്ല. ഓക്കെ. മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ചലനം ഉണ്ടോ ഇല്ലയോ, റീസൺ, അതിൻ്റെ കാരണവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ചൈൽഡ് സിറ്റിംഗ് ഇൻ ദ ഗാലറി. ഗാലറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ഗാലറിയിൽ അവിടെ കാണാൻ വേണ്ടി ഒരു കുട്ടി ഇരിപ്പുണ്ടെന്ന് വെച്ചു, ഇരിപ്പുണ്ട് അല്ലേ. ഗാലറി ഇരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ചലനമുണ്ടോ? ആ കുട്ടി അവിടെ ഇരുന്ന് കാണുകയല്ലേ, അതിന് എന്തെങ്കിലും ചലനമുണ്ടോ? ഇല്ല, അതവിടെ അനങ്ങാതിരുന്ന് കാണുമല്ലേ. എന്ത് ചലനം? ഒരു ചലനവും ഇല്ല കേട്ടോ. ഗാലറിയെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല. അതിൻ്റെ റീസൺ എന്താവും നിങ്ങളെ? ആ ഗാലറിയിൽ കിടന്നവർ മറ്റവരൊക്കെ എന്ത് ചെയ്താലും ഗാലറിയെ അപേക്ഷിച്ച് ആ കുട്ടിയുടെ സ്ഥാനം മാറുന്നില്ല. ദ പൊസിഷൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഗാലറി കേട്ടോ. അങ്ങനെ അത് നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. 2, അത്ലറ്റ്സ് റണ്ണിങ് ഓൺ ദ ട്രാക്ക്. ഈ ട്രാക്കിൽ അവരെന്താ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അത്ലറ്റ്സ്, ഓടുന്നവരെ പറയുന്ന പേര് അത്ലറ്റ്സ് അല്ലേ. ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ അവിടെ ഒരു മോഷൻ ഉണ്ട് അല്ലേ. യെസ്, ഉണ്ട്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ മോഷൻ ഉണ്ട്. എന്താ? ട്രാക്കിൽ അവരുടെ സ്ഥാനം അവിടെ തന്നെ നിൽക്കുവാണോ? അല്ല, ഓടുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ദർ പൊസിഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഓൺ ദ ട്രാക്ക്. ആണല്ലോ കുഞ്ഞുങ്ങളെ, അവർ ഓടാൻ നിൽക്കുന്നിടത്ത് തന്നെയാണോ അവർ നിൽക്കുന്നത്? അവരിങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ മുമ്പോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അതാണ് കേട്ടോ. ഇനി 3, ട്രീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. താഴെ ഒരു സൈഡിലായിട്ട്, ബാക്ക്ഗ്രൗണ്ട് പുറകിലായിട്ട് ഒരു മരം നിപ്പുണ്ട് അല്ലേ. ആ മരത്തിനോ? അതിനെന്തോ മാറ്റം? അതവിടെ പാവം പിടിച്ച ആ മരം അവിടെ തന്നെ നിൽക്കുക അല്ലേ, അതിനൊരു മാറ്റവും ഇല്ല. ദ ട്രീ റിമൈൻസ് ഇൻ ദ സെയിം പൊസിഷൻ, നോ ചേഞ്ച് വിത്ത് ദ ടൈം. ആ മരം ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പീപ്പിൾ സിറ്റിംഗ് ഇൻ ദ ഗാലറി. നീ ഗാലറിയിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് അല്ലേ, അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അവർക്കും എന്ത് മാറ്റമാ? നോ. അത് ഒന്നാമത്തെ എഴുതിയാൽ മതി. ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഗാലറി. ഗാലറിയിൽ അപേക്ഷിച്ച് അവർക്ക് എന്താ ഒരു മാറ്റവും അവർക്കും സംഭവിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയാവും നിങ്ങളെ, അത്ര ആയിക്കോട്ടെ. നിങ്ങൾ കുറച്ച് നോട്ടേ തരുന്നുള്ളൂ, വരി വലിച്ച് തരുന്നില്ല. ഓരോന്നും നോക്കി ഓരോ വരി വെച്ചുള്ള നോട്ടുകളാണ് തന്നിരിക്കുന്നത്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ കേട്ടോ. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം, എക്സാമിങ് വന്നു കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.